നാഷണൽ കോൺഗ്രസ് വളരെയധികം പ്രതീക്ഷയോടെ കടന്നു പോകുന്നൊരു വർഷമാണിത്. ഇന്ത്യൻ മഹാസഖ്യം ഇന്നത്തെ വിഭാഗീയതയ്ക്കെതിരായിട്ട് ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം നടക്കുന്ന അക്ഷീണ പരിശ്രമത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെയൊക്കെ ഒളികൾ നമ്മുടെ ഇടയിലും പ്രവാസികളുടെ ഇടയിലും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം, നാട്ടിൽ നടക്കുന്ന ഓരോ സ്പന്ദനങ്ങളും നമുക്ക് നമ്മുടെ മനസ്സിനെ വല്ലാതെ മടുപ്പിക്കുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങൾ ഇന്നലെ കേരളത്തിൽ നടക്കുന്ന നമുക്കറിയാം കേരളീയം എന്ന പരിപാടി നടന്നു. വളരെ വിജയകരമായിട്ട് കേരള സർക്കാർ നടത്തി. പക്ഷെ എന്നാൽ അതിൻ്റെ പുറകിലുള്ള മലയാളിയുടെ ചിന്തകൾ, അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ പൊളിറ്റിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ പല ചാനൽ ചർച്ചകളിൽ മാത്രമല്ല നടക്കുന്നത്, നമ്മുടെ വീടുകളിലും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തെ പറ്റി, നമ്മുടെ സമൂഹത്തെ പറ്റി നമുക്കുള്ള കാഴ്ചപ്പാടുകളും വേദനയും പരിതാപവും പരിഭവവും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ കിട്ടിയേക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ഇപ്പോൾ എത്തും. രണ്ട് രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ. ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി ആരും പ്രത്യേകിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടി ദിവംഗതനായത് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഭവനത്തിലെ ഒരു ബന്ധു, ഏറ്റവും അടുത്തൊരു വ്യക്തി മരിച്ചുപോയ ഒരു പ്രയാസമുണ്ട്. ആ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് വേദനിക്കുന്നതിനോടൊപ്പം ചിരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു ഫാക്ടറാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പുത്രൻ ചാണ്ടി ഉമ്മൻ ഏറ്റവും ഉന്നതമായ ഒരു വിജയത്തിളക്കത്തോടെ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് നമുക്ക് അവതരിപ്പിക്കാനായി എന്നുള്ളത് ഒരു വിധിയുടെ വിളയാട്ടമാണ്. ഇനിയും കേരളത്തിന്റെ ചരിത്രം, കേരളത്തിന്റെ ഇന്നത്തെ ചരിത്രം പൂർണ്ണമായിട്ട് മറിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇവിടെ ഒരു മാറ്റം വരണം. ഈ മാറ്റം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അമേരിക്കയിലുള്ള കുറേ മലയാളികൾ വിചാരിച്ചാൽ കേരളത്തിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. നമുക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ബോധപൂർവമായിട്ടുള്ള ഒരു വ്യത്യാസം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഭൗതികമായ രീതിയിൽ, മറ്റു പല രീതികളിലും കേരളത്തിലെ വിഭാഗീയത മാറ്റി ഒന്നായ ഒരു സമൂഹമായിട്ട് കേരളത്തെ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സുന്ദരം. സത്യം ശിവം സുന്ദരം.
broad stripes and bright stars through the perilous fight. Oh, the ramparts we watched were so gallantly streaming, and the rockets regular, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say, does that star-spangled banner wave o'er the land of the free and the home of the brave? जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा, विंध्य हिमाचल यमुना गंगा, उच्छल जलधि तरंगा, गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे, जय हे, जय हे, जय 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 हे. നിങ്ങളെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുവാനായിട്ട് ശ്രീ ജയചന്ദ്രൻ രാമകൃഷ്ണൻ ഇതിൻ്റെ ഫൗണ്ടർ മെമ്പറാണ്, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ നാഷണൽ സെക്രട്ടറി. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ആദ്യമായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. സാറ്റർഡേ സൺഡേ ആണ് അമേരിക്കയിലെല്ലാം പരിപാടി നടത്തുന്നത്, അതുകൊണ്ടാണ് ആൾ കുറഞ്ഞു പോയുന്നത്. നമ്മുടെ ചാണ്ടി ഉമ്മൻ അറിയാം അതുകൊണ്ടാണെന്ന്. ഇവിടെ സാറ്റർഡേ സൺഡേ ആണ് പരിപാടികളെല്ലാം നടത്തുന്നത്. ചാണ്ടിയുടെ സൗകര്യാർത്ഥം നമ്മളിന്ന് ബുധനാഴ്ച ഒരു പരിപാടി നടത്തിയത് കൊണ്ടാണ് എല്ലാവരും വളരെ ബുദ്ധിമുട്ടി ട്രാഫിക്കിൽ പെട്ട് ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ചാണ്ടി ഉമ്മൻ 1998 ഇവിടെ വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസ് തുടങ്ങുമ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ഒരു സെക്രട്ടറിയായി ഫൗണ്ടർ മെമ്പറായതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറെ സ്വാഗതം ചെയ്യുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ നമ്മുടെ എല്ലാം ഭയങ്കരനായ യൂത്തിൻ്റെ പ്രതീകമായ ജ്വലിച്ചു വരുന്നൊരു ഉദയ സൂര്യനെ പോലെ ഇരിക്കുന്ന നമ്മുടെ ചാണ്ടി ഉമ്മനെയും എനിക്ക് സ്വാഗതം ചെയ്യാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. അദ്ദേഹം ചാണ്ടി ഉമ്മൻ വരുമ്പോൾ ഒരു കുഞ്ഞായിരുന്നു, ചെറിയ കുട്ടി, 12 വയസ്സ് മാത്രമായ ഒരു കുട്ടി. എനിക്കിപ്പോഴും ഞാൻ ആൽബം എല്ലാം എടുത്തു നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി അവിടെ നടക്കുമ്പോൾ അന്ന് ചാണ്ടി ഉമ്മന് ക്യാൻഡിയും എല്ലാം അമേരിക്കയിലെ ക്യാൻഡിയും എല്ലാം കൊടുത്ത ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഇന്ന് ചാണ്ടി ഉമ്മൻ നമ്മളെല്ലാം ഭയങ്കരനായ നേതാവ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സെല്ലിൻ്റെ ചെയർമാനായി ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ 140 MLA-മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ചാണ്ടി ഉമ്മൻ കേരളത്തിലെ ഈ 140 ആൾക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു മെമ്പറാണെന്ന് അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ നോക്കുമ്പോൾ കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിൽ പഠിച്ച ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് സെൻറ്റ് സ്റ്റീഫൻ യൂണിവേഴ്സിറ്റിയിൽ ചെയർമാനായി മത്സരിച്ച്
ചെയർമാനാവുകയും അത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശശി തരൂർ പഠിച്ച ചെയർമാനായിരുന്ന അതേ കോളേജിൽ ചെയർമാനായി ശശി തരൂരിനെ ആ കോളേജിന് ഇനാഗുറേഷൻ ക്ഷണിച്ചത് ചാണ്ടി ഉമ്മനാണെന്ന് ചാണ്ടി ഉമ്മന്റെ ഇലക്ഷൻ സമയത്ത് നമ്മുടെ ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആരുടെയും സഹായമില്ലാതെ കേരളത്തിൽ പലരുടെയും സഹായത്തോടു കൂടി ചെയർമാനാകുന്നില്ല. തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും തനിക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ കഴിവുള്ള ഒരു മഹൽ വ്യക്തിയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെന്റ് സ്റ്റീഫൻ വലിയ കോളേജിലെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം LLB എടുക്കുന്നു. LLB അല്ല, അദ്ദേഹത്തിന് 2 LLM അദ്ദേഹം എടുത്തു. അത് ക്രിമിനോളജിയിലും കോൺസ്റ്റിറ്റ്യൂഷനിലും എല്ലാം LLM ഉള്ള ഒരാളും തന്നെ നമ്മുടെ കേരള അസംബ്ലിയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ ചെരുപ്പില്ലാതെ നടന്ന ഒന്ന് ചരിത്രം തന്നെ സൃഷ്ടിച്ച, ഇത്രയും കിലോമീറ്റർ ഇന്ത്യ രാജ്യം മുഴുവൻ ചെരുപ്പില്ലാതെ നടന്ന ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു മഹൽ വ്യക്തി കൂടിയാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ. എനിക്കിപ്പോഴും ഞാൻ പാലക്കാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഉമ്മൻ ചാണ്ടി സാറേയും AK ആന്റണിയെയും വളരെ അടുപ്പമുള്ള ഫാമിലിയിലുള്ള ആളാണ്. എൻ്റെ ഒരു സ്വന്തം കസിനാണ് KA ചന്ദ്രൻ എന്ന 4-5 പ്രാവശ്യം MLA ആൾ. ചാണ്ടി ഉമ്മൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ചെരുപ്പില്ലാതെ പ്രചോദനം നൽകിയത് എൻ്റെ കസിന് KA ചന്ദ്രനെ, പാലക്കാടുള്ള KA ചന്ദ്രൻ എന്ന ആളെ കണ്ടതുകൊണ്ടാണെന്ന് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ചാണ്ടി ഉമ്മൻ പറയുന്നത് കേട്ടു. അപ്പൊ എനിക്ക് അഭിമാനം തോന്നി. പാലക്കാട്ടിൽ നിന്ന് വന്ന എനിക്ക് എൻ്റെ കസിനൊക്കെ ആ ചെരുപ്പിടാൻ നടക്കുന്ന, ഇന്നും അദ്ദേഹം ചെരുപ്പിടാറില്ല. മഹാത്മാഗാന്ധിയുടെ പോളിസി നടത്തുന്ന അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ ചെരുപ്പിടാതെ നടന്ന് ലോകം മുഴുവൻ, ഇന്ത്യ രാജ്യം മുഴുവൻ കൊണ്ടത് നമ്മളെ ലോകത്ത് തന്നെ ഏറ്റവും പ്രസക്തി അയച്ച ഒരു ഇതുമായി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ ചെരുപ്പ്, അമേരിക്കയിൽ വരുമ്പോൾ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞു ലോകത്തിന് തന്നെ ഇത്രയും കിലോമീറ്റർ ചെരുപ്പിടാൻ നടന്ന റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞത്. കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലൊക്കെ കിടക്കട്ടെ. ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന ആദ്യമായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്ന ചാണ്ടി ഉമ്മനെ ഞാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസിന്റെ വേണ്ടിയും നിങ്ങളെ ഇന്ത്യൻ അമേരിക്കയിലെ എല്ലാവർക്കും വേണ്ടിയും ചാണ്ടി ഉമ്മനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ കേരള ചാപ്റ്ററിന്റെ പ്രസിഡന്റും ഇന്ന് അധ്യക്ഷം വഹിക്കുന്ന ലീല മാരിയറ്റ് അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസിന്റെ ഫൗണ്ടർ മെമ്പറും ഇപ്പോൾ നാഷണൽ വൈസ് ചെയർമാനുമായ മിസ്റ്റർ ജോർജ് എബ്രഹാമിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഫാദർ ആദായ കോർപ്പിക്സ് എന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദറെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ IOCയുടെ വൈസ് പ്രസിഡന്റായ പോൾ കറുകപ്പള്ളി അവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഷൈനി ജേക്കബ് റോക്കളിംഗ് കൗണ്ടിന്റെ യൂണിറ്റ് പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. വിനോദ് KRK നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് കോണിന്റെ കേരള ചാപ്റ്ററിന്റെ വൈസ് പ്രസിഡന്റാണ്. അഡ്വക്കേറ്റ് വിനോദ് KRK ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാബൂഫ് കറിയ പെൻസിൽവേനിയയിൽ നിന്ന് നമ്മുടെ പരിപാടിയിലെത്തിയ മിസ്റ്റർ ഷാബൂഫ് കറിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അദ്ദേഹം പെൻസിൽവേനിയ യൂണിറ്റിന്റെ പ്രസിഡന്റാണ്, നല്ലൊരു പ്രവർത്തകൻ കൂടി. അദ്ദേഹത്തെ ഞാൻ നിങ്ങളെല്ലാം സൗകര്യാർത്ഥം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ന്യൂയോർക്കിലെ മഹിളാ പ്രസിഡന്റായ ഉഷ ജോർജ് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ MCI നമ്മൾക്ക് നമ്മുടെ MCI ഞാൻ ഏറ്റ നമ്മുടെ കോരസൻ വർഗീസ് അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സെന്ററിന്റെ പ്രസിഡന്റ് മിസ്റ്റർ അലക്സ്, ഇവിടെ ഞാൻ വരുമ്പോൾ ആരും ഉണ്ടായിരുന്ന അദ്ദേഹം എല്ലാ ചെയറുകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തെന്ന കേരള ചാപ്റ്റർ പ്രസിഡന്റ് മിസ്റ്റർ അലക്സയെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പത്രക്കാരായ ജോർജ് ജോസഫ്,
അദ്ദേഹം ഈ മലയാളി പത്രത്തിൻ്റെ ആളാണ്. അതുപോലെ പഴയ മലയാള മനോരമ പത്രത്തിൻ്റെ ആളാണ്. ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. നമ്മുടെ ജോർജ് ജോസഫ് സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉമ്മൻചാണ്ടി സാർ വരുമ്പോൾ പണ്ട് എപ്പോഴും എല്ലാ സൗകര്യങ്ങളും ഓടിയെത്തുന്ന നമ്മുടെ റോയി എന്ന് പറയുന്ന മലയാള പത്രത്തിന്റെ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബേബി ഊരാളൻ ഫോമാന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷിബു ഡേവിഡ് അവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ LC ശങ്കരത്തൻ അവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആരെയും വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ 2 വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. ലീല മാരിറ്റിനെ അറിയാൻ മേലാത്തവർ ഇന്ന് അമേരിക്കയിൽ ആരും കാണുകയില്ല. കാരണം ഓരോ വീട്ടിലെയും വാതിക്കൽ വന്ന് വല്ലപ്പോഴൊക്കെ മുട്ടുന്ന എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു സാന്നിധ്യമാണ് ലീല മാരിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും സ്ത്രീകളെ പറ്റി പറയുമ്പോൾ വീട്ടിന് അകത്തളത്തിൽ മാത്രം ഒതുങ്ങി ആ ചുറ്റുവട്ടങ്ങളുമായിട്ട് മാത്രം നിയന്ത്രിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിട്ടുപോകുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. വളരെയധികം പഴികളും ആരോപണങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നൊരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ. എന്നാൽ സ്വന്തം പിതാവിൻ്റെ കഴിവുകൊണ്ട് ആ ഒരു ചുറ്റളവിൽ കോൺഗ്രസ് പാർട്ടിയെ ആലപ്പുഴയുടെ മണ്ഡലത്തിൽ പിടിച്ചു നിർത്തിയ ഒരു മഹാനായ പിതാവിൻ്റെ പുത്രിയാണ് ലീല മാരിറ്റ്. അതുകൊണ്ടാണ് ശ്രീമതി ലീല മാരിറ്റ് ഇന്ന് ഈ വൈകിയ വേളയിൽ ഇത്രയും പേരെ വിളിച്ച് ഈ യോഗം സംഘടിപ്പിച്ചത്. ആദരവോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശ്രീമതി ലീല മാരിറ്റിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ പുതുപ്പള്ളിയുടെ പുതു MLA ചാണ്ടി ഉമ്മൻ, IOCയുടെ വൈസ് ചെയർമാൻ ജോർജ് എബ്രഹാം, IOC വൈസ് പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി, പെൻസിൽവേനിയ ചാപ്റ്റർ പ്രസിഡന്റ് സാബോസ്കറിയ, പുതുതായി തുടങ്ങിയ റോക്ക്ലാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് ഷെയ്മി ജേക്കബ്, ന്യൂയോർക്കിൻ്റെ വിമൻസ് ഫോറം ചെയർപേഴ്സൺ ഉഷ ജോർജ്, MC കോരസൺ വർഗീസ്, നാനാ സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പുതുപ്പള്ളിയുടെ, നമ്മുടെ കേരളത്തിൻ്റെ ജനനായകൻ്റെ പ്രിയപുത്രന് പുതുപ്പള്ളിയിൽ നിന്ന് തിളക്കമാർന്ന വിജയം നേടി ഇവിടെ നമ്മളെ സന്ദർശിക്കുവാനെത്തിയ ചാണ്ടി ഉമ്മന് IOCയുടെ പേരിലുള്ള സ്വീകരണം നൽകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, UDF, LDF, UDF, കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്ന എല്ലാവരും ജാതിമതഭേദമന്യേ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് സ്വീകരണം കൊടുക്കുവാൻ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും ജനകീയനായ, ജനങ്ങളുടെ കൂടെ എന്നും നിലകൊണ്ട പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ, പുഞ്ചിരിയോടെ തൻ്റെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമരുളിയ ജനനായകൻ, ജനങ്ങളിൽ വലിയ പ്രതീക്ഷയായി ആർജവത്തോടെ പുതുപ്പള്ളിയിൽ നിന്ന് തിളക്കമാർന്ന വിജയം നേടി ജനകോടികളുടെ ഹൃദയം സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും കീഴടക്കി ജനനായകൻ. ജനാധിപത്യവും ഭരണഘടനയും നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ജനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മത തീവ്രവാദവും വിഘടനവാദവും ശക്തിപ്പെടാതിരിക്കുവാൻ പൊതു സമൂഹത്തെ
പ്രാപ്തമാക്കുവാൻ യുവാക്കൾ മുന്നോട്ട് വരണം. ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ സത്യസന്ധമായ യുവാക്കളുടെ സേവനം ആവശ്യമാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ യുവനായകൻ ചാണ്ടി ഉമ്മന് അങ്ങയുടെ പിതാവിൻ്റെ പാത തുടരുവാനായിട്ട് ജഗദീശൻ അനുഗ്രഹം നൽകട്ടെ. I want to acknowledge the following people here. ഇവിടുന്ന് ഒരുപാട് പല അസോസിയേഷനെ റെപ്രസെൻ്റ് ചെയ്ത് സ്റ്റാറ്റൻ ഐലൻഡ്, വെസ്റ്റസ്റ്റർ, റോക്ക്ലാൻഡ്, ഫിലാഡൽഫിയ എന്നിവിടെ നിന്ന് നിങ്ങൾ ഈ വീക്ക് ഡേയിൽ ഇത്രയും പേര് ഈ സെൻറ്ററിൽ നിറഞ്ഞു വന്നതിന് നിങ്ങൾക്കുള്ള അഗൈതമായ IOCയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നിരിക്കുന്നതിൽ ഒന്നാമത്തത് ബേബി ഊരാളിൽ ഫോമർ പ്രസിഡന്റ്, സ്റ്റാറ്റ്നാലിറ്റിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, സണ്ണി കോന്നിയൂർ, ഇടിക്കുള ചാക്കോ, രാജു ഫിലിപ്പ്, തോമസ് മാത്യു. റോക്ക്ലാൻഡ് കൗണ്ടിയിൽ നിന്ന് ജോസഫ് കുര്യാപ്പുറം, ഷെയ്മി ജേക്കബ്. Then I want to acknowledge ജിനേഷ് തമ്പി, വേൾഡ് മലയാളിയുടെ പ്രസിഡന്റ് ജിനേഷ് തമ്പി. യു ക്യാൻ സ്റ്റാൻഡ്. ഞാൻ പേര് വിളിക്കുമ്പോൾ മേലാക്കാം. ജിനേഷ് തമ്പി വേൾഡ് മലയാളിയുടെ പ്രസിഡന്റാണ്. ഹി കെയിം ഓൾ ദ വേ ഫ്രം ന്യൂ ജേഴ്സി. എൻ്റെ കൂടെ സജി മാത്യു ഉണ്ട്. സജി മാത്യു ഒരു വലിയ ഹാർഡ് കോർ കോൺഗ്രസ് പേഴ്സണാണ്. സജി മാത്യു, യു ക്യാൻ സ്റ്റാൻഡ്. സജി മാത്യു came from all the way from New Jersey in spite of the traffic. Anna George, Nurses Association President, Anna George. അലസ് എസ്തപ്പാൻ, ഈ കേരള സെൻറ്റർ ഇത്രയും സൗകര്യമായി ഞാൻ ചോദിക്കുമ്പോഴെല്ലാം ഇത് തുറന്നു തരികയും ഇതിനാവശ്യമുള്ള ഒത്താശകളെല്ലാം തരികയും ചെയ്യുന്ന അലസ് എസ്തപ്പാൻ ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇവിടെ രമ്യ ഹരിദാസ് വന്നപ്പോഴും ഈ സെൻറ്റർ തുറന്നു തന്നു, ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇണക്കി തന്നു. ജോൺ കല്ലൂർ, he came from all the way from Westchester. Noah Jones, Raju Thomas is from Kerala Center. Vinod KRK, CB David Kalavedi, George Joseph, E Malayali, Baby Kuriakos, Aimali, LC Yohanan Shankarathil. You are most welcome. Reverend Father Cor Episcopa, Father Radha Yachan. Anil Paulos, World Malayali New York President. Tom Collett. പിന്നെ ഫിലാഡൽഫിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഗ്രൂപ്പ് ജോർജ് ഓലിക്കൽ, രാജു എബ്രഹാം പൈനിയർ ക്ലബ്, പിന്നെ ഇത്രയും പേര്. പിന്നെ ജോസഫ് കുര്യാപ്പുറം ഫ്രം ഈസ് എ സീനിയർ കോൺഗ്രസ് ലീഡർ ഫ്രം റോക്ക്ലാൻഡ് കൗണ്ടി. സക്കറിയ കരിവേലി റെപ്രസെന്റിങ് കേരള കോൺഗ്രസ്. സക്കറിയ കരിവേലിയുടെ കൂടെ ഒരൊറ്റ ബാച്ച് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. സക്കറിയ കരിവേലി. ഇത്രയും പേരെയൊക്കെ. പിന്നെ ആരെങ്കിലും ഉണ്ടോ ഞാൻ വിട്ടുപോയിട്ടുള്ളത്? പിന്നെയും വിട്ടുപോയവരെ പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇപ്പം ഭാരത ജോഡോ യാത്രയിൽ ഞാൻ 2019 കേരള ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് ആയത്. അത് കഴിഞ്ഞിട്ടാണ് നടന്നത് പാർലമെന്റ് ഇലക്ഷൻ. 2019 പാർലമെന്റ് ഇലക്ഷന് ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരെയും കാണുകയും അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുകയും ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2021 അസംബ്ലി ഇലക്ഷന് പോയി. അതിനും എല്ലാവരെയും പോയി കാണുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. IOC കേരള ചാപ്റ്ററുടെ നാമത്തിൽ ഭാരത ജോഡോ യാത്രയിലും പോയി. ഭാരത ജോഡോ യാത്രയിൽ ആലപ്പുഴയിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടിയാണ് പോയത്. അന്ന് നമ്മുടെ MLA ആയിട്ട് നടന്നു. അപ്പം ചെരുപ്പില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് നടന്നു ആലപ്പുഴയിൽ വെച്ച്. പിന്നെ വൈക്കം സത്യാഗ്രഹം അതും അറ്റൻഡ് ചെയ്തു. അപ്പം ഈ 4 വർഷത്തിനുള്ളിൽ വളരെയധികം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ 12 യൂണിറ്റുകളാണ് അക്രോസ് ദ USA.
ഈ കഴിഞ്ഞ ഈ വീക്കെൻഡിൽ മയാമിയിൽ ഒരു യൂണിറ്റ് കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡ ഇനോഗ്രേറ്റ് ചെയ്തു നമ്മുടെ MLA. അതിനു മുമ്പ് റോക്ക്ലാൻഡിലെ യൂണിറ്റ് ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ വർഷം തന്നെ 2 പുതിയ യൂണിറ്റുകൾ IOCക്ക് വന്നു. ടോട്ടൽ നമ്മൾക്ക് അറ്റ്ലാന്റ, ഹ്യൂസ്റ്റൺ, ഡാളസ്, വാഷിങ്ടൺ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫ്ലോറിഡ, ചിക്കാഗോ, ഇത്രയും യൂണിറ്റുകളാണ് ഉള്ളത്. വളരെ ആക്റ്റീവായിട്ട് യൂണിറ്റുകളെല്ലാം പോകുന്നു. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ നാട്ടിൽ കോൺഗ്രസിൻ്റെ സ്ഥിര കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ഒപ്പം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഫൗണ്ടർ മെമ്പറായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ജോർജ് എബ്രഹാം, അദ്ദേഹം ഇവിടെ UN-ൽ ദീർഘകാലം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ IT മേഖലയിലുള്ള കഴിവ് ഇന്റർനാഷണൽ കോൺഗ്രസിന് വളരെയധികം പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഊർജ്ജസ്വലനായിട്ട് ഇന്നും നമുക്കൊക്കെ ഞാനൊക്കെ ഒരു 10-15 വയസ്സായപ്പോൾ അമേരിക്കയിൽ വന്ന അദ്ദേഹമാണ് ഈ ജോർജ് എബ്രഹാം എന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്നെക്കാട്ടിൽ വളരെ യങ്ങായിട്ട് തോന്നും. പക്ഷേ എത്രയോ കാലം മുമ്പ് 19ാമത്തെ വയസ്സിൽ ന്യൂയോർക്ക് സിറ്റിയിൽ വന്നിട്ട് ജോലി പഠിക്കാനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത് നമ്മുടെ കൂടെ. ഈ കോൺഗ്രസിനെ മനസ്സിൽ താലോലിക്കുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് ശ്രീ ജോർജ് എബ്രഹാം. അദ്ദേഹം ആദരപൂർവ്വം നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. Thank you very much, Gaurasan, for the generous introduction. I see Mr. Harbhajanji there. Will you please come forward? Harbhajanji is our Secretary General of the Indian Overseas Congress. Please come. I am not wasting time, of course, naming everybody, but distinguished guests, especially our chief guest, Mr. Chandy Oommen, and Secretary General Mr. Harbhajan Singh, and Kerala Chapter President Leela Marriott, and of course rest of the leadership here from Kerala Chapter, and all of you. We welcome you to this event here, and it is a pleasure that you are all here today, especially on a weekday. Fighting the traffic, rushing here to be part of this great occasion. And also it is a pleasure that I am standing here today receiving Mr. Chandy Oommen under the auspices of Indian Overseas Congress. As I was sitting here, of course, my mind was going through the decade-long memories, especially that involve his dad, late Oommen Chandy. I recollect receiving him in 1998 together with Sri Chandy Oommen, who was at that time a little boy accompanying his dad. I don't need to talk about his dad here, as you all well know the significant contributions he has played in 5 decades in the arena of politics in India, especially in Kerala. He is one of the greatest sons of the soil, if not the greatest, who has made an indelible imprint in the hearts and minds of Keralites. It has been said that people grieve for the departed. But in OC's case, in Oommen Chandy's case, the whole state was in mourning. We shook up the very soul of Kerala. He was a master politician, but more than that, he was a humanitarian. His legacy will continue to shine in the annals of Kerala's history in the years to come. Today, Mr. Chandy Oommen has an unenviable task, which is to fill those big shoes. He made the first step stunningly impressive with his huge victory in Pudupalli. I want him to know that all the love and affection I want him to know that with all the love and affection people are showering upon him,
during this election and now is a reflection of high regard and affection for his dad. Therefore, he needs to pay special attention to continuing in his dad's footsteps while creating his own imprint in the days ahead. Remembering Oommen Chandy, let me add a few more of my recollection, which is very important, I think, at this point. It is Oommen Chandy who inaugurated Indian Overseas Congress in 1998. The idea was hatched by me and John Philip Bose from California to counter the propaganda emanating from BJP circles in the USA. The BJP was ruling India at that time under Prime Minister Atal Bihari Vajpayee as the Prime Minister. The first meeting was held at my home. Jayachandran, who just welcomed you all, was present there today. It started as a Malayali group. Then I flew to Delhi together with Mr. Zach Thomas and discussed the need to create an overseas congress at the national level with Mrs. Srimati Sonia Gandhi. In 2001, she came to New York, inaugurated the overseas congress together with the former Prime Minister Manmohan Singh, and the rest is history. Today, the Overseas Congress is active in 32 countries. AICC has created an Overseas Congress department and appointed Mr. Sam Petroda, the father of the telecom revolution in India, as its chairman. So IOC is here today for a purpose. We want to see India remain a democracy, respecting pluralistic principles. Nehru and Ambedkar have helped to enshrine in the Constitution those values and principles we appreciate today. Freedom. Democracy is effective only when it upholds pluralistic principles, freedom of expression, and respects for minority rights. Those of you who are present here today are quite aware that freedom is under great stress in India today. I don't have time to elaborate, but I believe that every one of you who has migrated to these shores has an obligation to keep the flame of the freedom and liberty alive in India. Mrs. Leela Manet, as you have noticed, is doing more than her share of keeping that flame alive. And we are grateful to her for that. Therefore, please join us and share a little bit of your valuable time and a little resources from your pocket for this great endeavor. Thank you, Sri Chandy Oommen, Mr. Chandy Oommen, for your kind presence here today. We have best wishes for you as you start your journey, great journey of serving the people of Kerala, especially your constituents in Puducherry. Wish you all the success and may God bless you. Jai Hind. God bless you. Thank you, Mr. George Abraham. Next, let me invite Mr. Harbachan Singh. He's the Secretary General of the Indian Overseas Congress. Mr. Harbachan Singh. Good evening, ladies and gentlemen. Honorable Shri Chandy Oommen ji, Shri George Abraham ji, and all the VIPs on the podium, and distinguished guests. Today is a really an auspicious day, a very special day, a very historical day that we have the opportunity to welcome our VIP all the way from India, and he comes from a family that even in United States, if you mention the name of Oommen Chandy, every Indian knows him and has such fond memories about him. We are so fortunate. We are all working together. I'm so happy that he has come to boost our enthusiasm, to support us, to give us energy so that we can support the Indian Congress Party in India so that it can succeed. We
the Indian Congress Party has the most experience, the most talented officials, and the length, it has such a long time it has run the government of India that there is no comparison. That Indian government party, the Indian National Party, is the party whose time has come, because the modern world is now run by artificial intelligence, and there are lots of things. It's not we have to take care of the armed forces, we have to take care of the nuclear energy, everything else, and we have to take care especially of all the individuals and make sure that their needs and passions are not hurt. Not only not hurt, but also propagated and enhanced. So we have a very high responsibility. And every one of you who are leaders here, and every one of you I see are all leaders, you have a very important role to play, and we look forward for your support. Thank you very much.